അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനലിറ്റിക്കൽ സൊല്യൂഷൻ ഓഫ് ഇൻ്റർഫറൻസ് ആണ്. അപ്പോൾ നമുക്കിവിടെ ഉള്ളത് അനലിറ്റിക്കൽ സൊല്യൂഷൻ ഓഫ് ഇൻ്റർഫറൻസ് ആണ്. അപ്പോൾ എന്താണ് ഇൻ്റർഫറൻസ് എന്ന് ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യാം. Interference is the redistribution of light intensity due to the superposition of the light waves. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലൈറ്റ് ഇൻറ്റൻസിറ്റി ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും ആദ്യം കണ്ടെടുക്കാൻ പോകുന്നതും ലൈറ്റ് ഇൻറ്റൻസിറ്റീനെയാണ്. ഡിറൈവ് ചെയ്ത് ഏറ്റവും ആദ്യം നമ്മൾ എടുക്കുന്നത് ലൈറ്റ് ഇൻറ്റൻസിറ്റിയാണ് നമുക്ക് ഈ ഇൻ്റർഫറൻസിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ ചില അസംഷൻസ് എടുക്കുകയാണ്. അതായത് നമുക്കൊരു നാരോ സ്ലിറ്റ് ഉണ്ട് S0. അതിൻ്റെ അകത്തൂടെ ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് ഇലുമിനേറ്റ് ചെയ്ത് കടക്കുകയാണ്. അതിൻ്റെ വേവ് ലെങ്ത്ത് ലാംഡയാണ്. ഈ മോണോക്രോമാറ്റിക് ലൈറ്റ് ഇക്വി ഡിസ്റ്റൻ്റ് ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന S1ഉം S2ഉം ഉള്ള ആ രണ്ട് സ്മോൾ സ്ലിറ്റ്സിൽ കൂടെ വീണ്ടും പാസ് ഔട്ട് ചെയ്യുന്നു. എന്നിട്ട് ആ മോണോക്രോമാറ്റിക് ലൈറ്റ് വീണ്ടും S1നോടും S2നോടും ഇക്വി ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള P എന്ന പോയിന്റിൽ വരുന്നു. ഈ P എന്ന പോയിന്റിലെത്തുന്ന റിസൾട്ടൻറ്റ് ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഈ P പോയിന്റിലുള്ളതിനെയാണ് നമ്മളിവിടെ ഡിറൈവ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെടുത്ത അസംഷൻസിനെ നമുക്കിവിടെ എഴുതി കൊടുക്കാം. മോണോക്രോമാറ്റിക് ലൈറ്റിൻ്റെ വേവ് ലെങ്ത്ത് ലാംഡ ആയിരുന്നു. പിന്നെ നമ്മൾ എടുക്കുന്ന അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A1ഉം A2ഉം നമ്മൾ പാസ് ചെയ്ത് വിടുന്ന ഈ വേവ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അടുത്ത അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടെണ്ണം നമ്മൾ Pയിൽ റീച്ച് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഫേസ് ഡിഫറൻസ് നമ്മൾ അതും അസ്യൂം ചെയ്ത് എടുക്കുകയാണ്. ഫേസ് ഡിഫറൻസ് ഡെൽറ്റ നമ്മൾ ഡിറൈവ് ചെയ്ത് തുടങ്ങുകയാണ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലഭിക്കേണ്ടത് ലൈറ്റ് ഇൻറ്റൻസിറ്റിയാണ്. അപ്പം ഈ ഒരു ഫാക്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ തുടങ്ങുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് P ഡ്യൂ ടു ദ വേവ്സ് എന്നും പറഞ്ഞാണ്. നമ്മൾ ആദ്യം തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് P ആണ് ചെക്ക് ഔട്ട് ചെയ്യുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് P നമുക്ക് ആദ്യം ഇക്വേഷൻ എഴുതാം. Y1 A1 ആംപ്ലിറ്റ്യൂഡ് വെച്ച് സൈൻ ഒമേഗ ടി മൈനസ് K ഇൻറ്റു എക്സ്. അതുപോലെ തന്നെ Y2-ൻ്റേത് A2 ആംപ്ലിറ്റ്യൂഡ് സൈൻ ഒമേഗ ടി മൈനസ് KX പ്ലസ് ഡെൽറ്റ. നമ്മുടെ ഫേസ് ഡിഫറൻസ് കൂടി നമ്മൾ ആഡ് ഔട്ട് ചെയ്യണം. ഇനി നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് സൂപ്പർ പൊസിഷൻ്റെ പ്രിൻസിപ്പിളാണ്. സൂപ്പർ പൊസിഷൻ്റെ പ്രിൻസിപ്പിൾ വെച്ച് നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് സം ഓഫ് ദ ടു ഡിസ്പ്ലേസ്മെൻറ്റ്സ് ആണ്. അതായത് Y1 പ്ലസ് Y2 ആണ്. നമ്മൾ എടുത്തിരിക്കുന്ന ഈ രണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ്സിൻ്റെ സമ്മാണ്. അത് നമുക്ക് ആഡ് ഔട്ട് ചെയ്യാം. A1 സൈൻ ഒമേഗ ടി മൈനസ് KX പ്ലസ് A2 സൈൻ ഒമേഗ ടി മൈനസ് KX പ്ലസ് ഡെൽറ്റ. ഇത്ര നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. ഇനി ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്നത് സൈൻ ഒമേഗ ടി മൈനസ് KXനെ ഒരൊറ്റ ടേം, അതായത് ഒമേഗ ടി മൈനസ് KXനെ നമ്മൾ A ആയിട്ടും ഇതിന് നമ്മൾ B ആയിട്ടും എടുക്കുന്നു. അപ്പോൾ ഇവിടെ എന്നായി സൈൻ A പ്ലസ് B ആയി. നമ്മൾ ഈ സൈൻ A പ്ലസ് ബീനെ ഇവിടെ എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം സൈൻ A പ്ലസ് ബി എന്ന് പറയുന്നത് സൈൻ A കോസ് B പ്ലസ് കോസ് A സൈൻ B ആണ്. ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഇത് അതേപോലെ താഴോട്ട് എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ കോമൺ ആയിട്ടുള്ളത് സൈൻ ഒമേഗ ടി പ്ലസ് KX മൈനസ് KX. അതുപോലെ തന്നെ ഇവിടെയും കോമൺ ഉണ്ട് സൈൻ ഒമേഗ ടി മൈനസ് KX. അങ്ങനെ നമ്മൾ സൈൻ ഒമേഗ ടി മൈനസ് KXനെ ബ്രാക്കറ്റിൻ്റെ പുറത്തെടുത്തു. കോമൺ ആയിട്ടുള്ളത് ആയതുകൊണ്ട് അത് പുറത്തെടുത്തു. A1 പ്ലസ് A2 കോസ് ഡെൽറ്റ ബ്രാക്കറ്റിലാക്കി. അതിനുശേഷം വീണ്ടും പ്ലസ് ബാക്കിയുള്ള കോസ് ഒമേഗ ടി പ്ലസ് KX മൈനസ് KXും അതുപോലെ തന്നെ A2 സൈൻ ഡെൽറ്റയും സെപ്പറേറ്റ് ആയിട്ട് എഴുതി. ഇനി നമ്മൾ വീണ്ടും അസംഷനിലോട്ടാണ് കടക്കാൻ പോകുന്നത്. അതായത് A1 പ്ലസ് A2 കോസ് ഡെൽറ്റേനെ നമ്മൾ R കോസ് തീറ്റയായിട്ട് അസ്യൂം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെയുള്ള A2 സൈൻ ഡെൽറ്റേനെ നമ്മൾ R സൈൻ തീറ്റയായിട്ടും അസ്യൂം ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് കിട്ടുന്ന റിസൾട്ടൻറ്റ് Y ഈക്വൽ ടു R sin omega t minus kx into
കോസ് തീറ്റ പ്ലസ് ആർ കോസ് ഒമേഗ ടി മൈനസ് കെ എക്സ് ഇൻറ്റു സൈൻ തീറ്റ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇത് സൈൻ എ, ഇത് കോസ് ബി, ഇത് കോസ് എ, ഇത് സൈൻ ബി. അപ്പോൾ നമുക്ക് വീണ്ടും അത് ഷോർട്ട് ചെയ്യാൻ പറ്റും. ഡിസ്പ്ലേസ്മെൻറ്റ് വൈ ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു സൈൻ എ പ്ലസ് ബിയുടെ എക്സ്പാൻഷൻ ആണല്ലോ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. അപ്പോൾ നമ്മളത് ചെറുതാക്കിയിട്ട് സൈൻ എ പ്ലസ് ബി എഴുതാൻ പോവാണ്. നമുക്കറിയാം ബി തീറ്റയും എന്ന് പറയുന്ന ഒമേഗ ടി മൈനസ് കെ എക്സ് 1. അങ്ങനെ നമ്മളൊരു ചെറിയ കൺക്ലൂഷനിലോട്ടെത്തി. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആർ ആംപ്ലിറ്റ്യൂഡ് വെച്ച് ഇതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ള ചെറിയൊരു കൺക്ലൂഷനിലോട്ടെത്തി. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ആറ് കണ്ടുപിടിക്കണം. ആറ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ക്വയർ ചെയ്യാൻ പോവുകയാണ്. സ്ക്വയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ രണ്ട് അസംഷൻ ഉണ്ടല്ലോ, അതായത് A1 + A2 കോസ് ഡെൽറ്റയെ നമ്മൾ ആർ കോസ് തീറ്റയായിട്ടും A2 സൈൻ ഡെൽറ്റയെ നമ്മൾ ആർ സൈൻ തീറ്റയായിട്ടും അസ്യൂം ചെയ്തായിരുന്നു. അതാണ് നമ്മളിവിടെ സ്ക്വയർ ചെയ്തിട്ട് നമ്മൾ ആറ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ആദ്യം അസ്യൂം ചെയ്തിരുന്നത് ആർ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു A1 + A2 ഡെൽറ്റയും ആർ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു A2 സൈൻ ഡെൽറ്റയാണ്. ഇത് രണ്ടും സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യാൻ പോവാണ് ആറ് കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ A സ്ക്വയർ സൈൻ സ്ക്വയർ ഡെൽറ്റ പ്ലസ് ഇതിന് നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം A + B ഹോൾ സ്ക്വയർ ആയതുകൊണ്ട് A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ കോസ് സ്ക്വയർ ഡെൽറ്റ പ്ലസ് 2A1 A2 കോസ് ഡെൽറ്റ ആയി. ഇനി നമ്മൾ ആർ സ്ക്വയർ മാത്രം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഡിനോമിനേറ്ററിലോട്ട് ആക്കുന്നു. ഈ കോസ് സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റയും ഇവിടെയുള്ള കോസ് സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ നമുക്കറിയാം ഇത് രണ്ടും 1 ആണ്. അത് നമ്മളങ്ങനെ ക്യാൻസൽ ഔട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ A2 സ്ക്വയർ സൈൻ സ്ക്വയർ ഡെൽറ്റയും ഇവിടെ A2 സ്ക്വയർ കോസ് സ്ക്വയർ ഡെൽറ്റയുണ്ട്. ഇതിൻ്റെ നമ്മൾ A2 സ്ക്വയർ കോമൺ ആയിട്ട് പുറത്തെടുത്തിട്ടാണ് സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ അകത്ത് വന്നത്. ബാലൻസ് ഉള്ളതിന് എഴുതുക. അങ്ങനെ നമ്മൾ ഏറ്റവും അവസാനം നമുക്ക് കിട്ടും ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ പ്ലസ് 2A1 A2 കോസ് ഡെൽറ്റ എന്ന് കിട്ടും. ഇനിയാണ് നമ്മൾ നേരെ ഇൻറ്റൻസിറ്റിയിലോട്ട് കടക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു നമുക്ക് ലൈറ്റ് ഇൻറ്റൻസിറ്റിയാണ് ഇതിനകത്ത് ഏറ്റവും ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ലൈറ്റ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇനി നേരെ ഇൻറ്റൻസിറ്റിയിലോട്ട് പോകണം. അതിനുള്ള നമുക്കൊരു കണക്ഷൻ എന്ന് പറയുന്നത് ദ ഇൻറ്റൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ്. നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുന്നതും സ്ക്വയർ ഓഫ് ദ ആംപ്ലിറ്റ്യൂഡാണ്. ഇതിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ് നമ്മുടെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ എഴുതിയ ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതാൻ പറ്റും. I ഈസ് ഈക്വൽ ടു I1 + I2 + 2 ഇൻറ്റു റൂട്ട് ഓഫ് I1 I2 കോസ് ഡെൽറ്റ. അങ്ങനെ നമ്മളത് ഇൻറ്റൻസിറ്റിയിൽ എത്തിച്ചു. അറ്റ് എനി പോയിൻറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ബിറ്റ്വീൻ ദ ഇൻസിഡൻറ്റ് വേവ്സ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് മനസ്സിലായത് ഇൻറ്റൻസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് ഡിഫറൻസ് ആണ്. ഇതാണ് നമുക്ക് കിട്ടിയ ഒരു ഫൈനൽ കൺക്ലൂഷൻ. ഇൻറ്റൻസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫേസ് ഡിഫറൻസിലാണ്. അതുപോലെ ഈ ഒരു കൺക്ലൂഡഡ് ഇൻറ്റൻസിറ്റിയിലുള്ള ഇക്വേഷനോട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. രണ്ട് കണ്ടീഷൻസിലെ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് കണ്ടീഷൻ ഫോർ കൺസ്ട്രക്റ്റീവ് ഇൻറ്റർഫറൻസും കണ്ടീഷൻ ഫോർ ഡിസ്ട്രക്റ്റീവ് ഇൻറ്റർഫറൻസും ഉണ്ട്. ഇനി നമ്മൾ ഈ ഒരു കോമൺ ആയിട്ടുള്ള ലെവലെത്തിയതിന് ശേഷം ആദ്യം തന്നെ കണ്ടീഷൻ ഫോർ കൺസ്ട്രക്റ്റീവ് ഇൻറ്റർഫറൻസിലോട്ട് പോകുക. അതിനുശേഷം കണ്ടീഷൻ ഫോർ ഡിസ്ട്രക്റ്റീവ് ഇൻറ്റർഫറൻസിലോട്ട് പോകാൻ. നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ അകത്തുണ്ടായിരുന്ന ഒരു ഫാക്ടറാണ് കോസ് ഡെൽറ്റ എന്ന് പറയുന്നത്. അപ്പോൾ കോസ് ഡെൽറ്റ +1 ആവുമ്പോഴാണ് ഇൻറ്റൻസിറ്റി മാക്സിമം ആവുന്നത്. അപ്പം കോസ് ഡെൽറ്റ +1 ആവണമെങ്കിൽ ഡെൽറ്റയ്ക്ക് ഉണ്ടാവേണ്ട പോസിബിൾ വാല്യൂസ് എന്ന് പറയുന്നത് 0, 2π, 4π എക്സെട്ര ആണ്. അപ്പം ഡെൽറ്റ ഈക്വൽ ടു 2nπ നമ്മൾ കൊടുക്കുന്നു കൺസ്ട്രക്റ്റീവ് ഇൻറ്റർഫറൻസ് കിട്ടാൻ വേണ്ടി. സോ I max ഈക്വൽ ടു I1 + I2 + 2 ഇൻറ്റു റൂട്ട് ഓഫ് I1 I2. കാരണം നമുക്കിവിടെ കോസ് ഡെൽറ്റ +1 ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെൽറ്റയ്ക്ക് ഈ വാല്യൂസാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അങ്ങനെ നമുക്ക് കൺസ്ട്രക്റ്റീവ് ഇൻറ്റർഫറൻസിനുള്ള ഇക്വേഷൻ കിട്ടി. I max is equal to I1 + I2 + 2 root I1 I2. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം is equal to root I1 + root I2 the whole square. A1 + A2 the whole square. A1 square + A2 square + 2A1 A2 നമുക്ക് എഴുതാം.
അല്ലെങ്കിൽ ഈ ഐ മാക്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ് ഏതിനോട്? ആംപ്ലിറ്റ്യൂഡിനോട്. A1 + A2² എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അതായത് നമ്മുടെ കണ്ടീഷൻ ഫോർ കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് കണ്ടീഷൻ ഫോർ ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് ആണ്. അപ്പോൾ നമ്മുടെ കൺസ്ട്രക്റ്റീവ് പറഞ്ഞത് കോസ് ഡെൽറ്റയ്ക്ക് +1 ആണെങ്കിൽ ഡിസ്ട്രക്റ്റീവ് നമുക്ക് കോസ് ഡെൽറ്റയ്ക്ക് വേണ്ട വാല്യൂ -1 ആണ്. അപ്പോൾ ഡെൽറ്റയ്ക്ക് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് എന്ന് പറയുന്നത് π, 3π, 5π. അപ്പോൾ നമ്മൾ ഡെൽറ്റയ്ക്ക് അസ്യൂം ചെയ്യുന്ന വാല്യൂ 2n-1 π ആണ്. ഇനി നമുക്ക് കിട്ടാനുള്ളത് ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് ആണല്ലോ. സോ ഇൻറ്റൻസിറ്റി മിനിമം ആവുന്നത് I1 + I2 + 2√I1 I2 ആയിരുന്നല്ലോ. അപ്പോൾ നമുക്ക് കോസ് ഡെൽറ്റയിൽ നമ്മൾ മൈനസ് ആക്കിയോണ്ട് ഇവിടെ -2√I1 I2 ആയി. അല്ലെങ്കിൽ ഈസ് ഈക്വൽ ടു √I1 -√I2². നമുക്ക് കൺസ്ട്രക്റ്റീവിൽ പ്ലസ് ആയിരുന്നെങ്കിൽ ഇവിടെ മൈനസ് ആയി. അല്ലെങ്കിൽ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു A1 - A2² എന്ന് കിട്ടി. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് നോട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് അത് ഗ്രാജ്വലി പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാവും, അതായത് മാക്സിമത്തിൽ നിന്ന് മിനിമത്തിലോട്ടാവും. ഇതിനെയാണ് നമ്മൾ ഇൻറ്റർഫറൻസ് പാറ്റേൺ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഇൻറ്റർഫറൻസിൻ്റെ അനലിറ്റിക്കൽ സൊല്യൂഷൻ ഇവിടെ ഡിറൈവ് ചെയ്തെടുത്തിരിക്കുകയാണ്. നമ്മൾ ഏറ്റവും ഫൈനലായിട്ട് ഡിറൈവ് ചെയ്തത് കണ്ടീഷൻ ഫോർ കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസും അതുപോലെ തന്നെ കണ്ടീഷൻ ഫോർ ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസുമാണ്. ഇത് രണ്ടിലോട്ടും എത്താൻ വേണ്ടി നമുക്ക് വേണ്ടി വന്നിരുന്നത് ഇൻറ്റൻസിറ്റിയാണ്, ലൈറ്റ് ഇൻറ്റൻസിറ്റി. ലൈറ്റ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡിനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ ശ്രമിച്ചത് ആംപ്ലിറ്റ്യൂഡാണ്. ആംപ്ലിറ്റ്യൂഡിലോട്ട് എത്താൻ വേണ്ടി നമ്മൾ ശ്രമിച്ചത് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് വഴി നമ്മുടെ ഡെറിവേഷൻ തുടങ്ങിയതുകൊണ്ടാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് വഴി തുടങ്ങി നമ്മളിവിടെയുള്ള ആംപ്ലിറ്റ്യൂഡിനെ ലെഫ്റ്റ് സൈഡിലാക്കി ആംപ്ലിറ്റ്യൂഡ് കണ്ടെത്തിയതിന് ശേഷം ഇൻറ്റൻസിറ്റി ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ ടു സ്ക്വയർ ഓഫ് ആംപ്ലിറ്റ്യൂഡ് എന്ന ഇക്വേഷൻ വഴി റിലേറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഇൻറ്റൻസിറ്റിയിലോട്ട് എത്താനും അതുവഴി കൺസ്ട്രക്റ്റീവ് ഡിസ്ട്രക്റ്റീവ് ഇൻറ്റർഫറൻസിലോട്ട് എത്താനും പറ്റിയത്. അപ്പം ഇതാണ് നമ്മുടെ അനലിറ്റിക്കൽ സൊല്യൂഷൻ ഓഫ് ഇൻറ്റർഫറൻസ്. എല്ലാവരും ഒരു റൗണ്ട് ഇത് പേപ്പറിൽ വൃത്തിയായിട്ട് എഴുതി ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ഡെറിവേഷനാണിത്. താങ്ക് യു.